വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅസൽ മസീർ. തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്കാണ് നരകശിക്ഷയുള്ളത്. തിരിച്ചെത്തുന്ന ആ സ്ഥലം വളരെ മോശം തന്നെ. മുൻപത്തെ ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കിയത് ആകാശത്തെക്കുറിച്ചായിരുന്നു. അവിടെ അള്ളാഹു പറഞ്ഞത് ആകാശത്തെ എത്ര മനോഹരമായി, എത്ര ബാലൻസ്ഡ് ആയിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ്. ഇപ്പോൾ വിഷയം മാറുന്നു. ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹു പറയുന്നു, കാഫിറുകൾക്കായി ജഹന്നം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ജഹന്നം എന്ന വാക്ക് ജിഹിന്നാം എന്നതിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം ഒരു വലിയ ആഴമുള്ള കുഴി എന്നാണ്. ഗഹന്നാം എന്നൊരു പദം കൂടി ഇതിനുപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞ താഴ്വര എന്നാണ്. അവിടെ വെറുതെ കിടക്കുന്ന മാലിന്യങ്ങൾ പോലെ ആളുകൾ നരകത്തീയിലേക്ക് എടുത്തെറിയപ്പെടും. ഇതാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളെ, അവിശ്വാസികളെ മാലിന്യങ്ങളെപ്പോലെ ജഹന്നത്തിലേക്ക് എടുത്തെറിയുന്നതാണ്. മാലിന്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കാലത്ത് അത് ഉപയോഗമുള്ളതായിരുന്നു, പക്ഷെ ശേഷം അത് വിലപ്പെട്ടതല്ലാതായി മാറി, വില കുറഞ്ഞ മാലിന്യമായി മാറി. അതുപോലെ തന്നെയാണ് കാഫിറുകളുടെ അവസ്ഥ. അവർ ജനിച്ചത് പവിത്രതയോടെയായിരുന്നു, അള്ളാഹുൽ വിശ്വസിക്കാൻ അനുയോജ്യമായ മനസ്സോടെ. പക്ഷെ അവർ അത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഞങ്ങൾ കാണുമ്പോൾ മാത്രമാണ് വിശ്വസിക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട്. അള്ളാഹു പറഞ്ഞു, നോക്കൂ, ഇവിടെ നോക്കൂ, ആകാശത്തിലും ഭൂമിയിലും നോക്കൂ, അടയാളങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കാൻ തയ്യാറാകുന്നില്ല. തൻ്റെ യജമാനനെ അവിശ്വസിച്ച് നരകശിക്ഷയെ തള്ളിപ്പറഞ്ഞ അവിശ്വാസികൾ ഓരോരുത്തരും തീർച്ചയായും അതിഭീകരമായ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും. അക്കൂട്ടത്തിൽ ആകാശത്തുള്ള പിശാചുകൾക്കൊപ്പം തന്നെ ഭൂമിയിലെ അവിശ്വാസികളും ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഓർത്തു നോക്കൂ, എത്ര ഭയാനകമായ അവസ്ഥ തന്നെയായിരിക്കും അത്.